السلام عليكم. കുത്തുബി 38. بسم الله والحمد لله والصلاة والسلام على رسول الله على آله وصحبه الفائزين برضا الله. قوله ويكون لبعضها نسبة إلى بعض بالتقدم والتأخر. ഇതാണ് ഷാരിഹിന്റെ കൗല്. ഈ കൗലിനെയാണ് വിവരിക്കപ്പെടുന്നത്. അത് എവിടെയാ പറഞ്ഞത്? അത് അതായത് തെർത്തീബിന്റെ താരീഫ് പറഞ്ഞപ്പം, ഇസ്തിലാഹിയായ തെർത്തീബിന്റെ താരീഫ് പറഞ്ഞപ്പം ഷാരി പറഞ്ഞു ജഅലുൽ അഷ്യാഇൽ മുതഅദ്ദിദത്തി ബിഹൈസു യുത്ലഖു അലൈഹാ ഇസ്മുൽ വാഹിദി വയകൂനു ലിബഅദിഹാ നിസ്ബത്തുൻ ഇലാ ബഅദിൽ ആഖിരി ബിത്തഖദ്ദുമി വത്തഅഖുർ. അതായത് തെർത്തീബ് എന്ന് പറഞ്ഞാല് എണ്ണമായ വസ്തുക്കളെ ഒറ്റ പേര് പറയപ്പെടുന്ന രൂപത്തിൽ ആക്കുക. അതോടുകൂടി ഓരോ ജുസീനുക്കും മറ്റേ ജുസീയിലേക്ക് തഖദ്ദുമും തഅഖുറിന്റെ രൂപം വരും. അതായത് മുന്തേന്റെ ജുസ് മുന്തി വരണം, പിന്തേന്റെ ജുസ് പിന്തി വരണം. ഇപ്പൊ നമ്മൾ ഏതുപോലെ നമ്മൾ നിസ്കാരത്തിലെ ഫർളുകളുടെ ഇടയിൽ തെർത്തീബ് നിർബന്ധമാണ് അല്ലേ? അപ്പൊ ഈ തെർത്തീബിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മൾ നിസ്കരിച്ചാലോ ആ നിസ്കാരം ശരിയാവൂല. ഇപ്പൊ ഒരാൾ ആദ്യം തക്ബീറത്തിൽ കയറാൻ ചൊല്ലി പിന്നെ നിയ്യത്ത് ചെയ്ത് ശരിയാവുക ഇല്ല. അപ്പൊ അബന്ധുണ്ട്. അപ്പൊ ഒരു ജുസീനിക്ക് മറ്റേ ജുസിയിലേക്ക് ബന്ധമുണ്ട്. ഇതാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അഖൂലു, ഞാൻ പറയുന്നു, അതാ ഈ പറഞ്ഞതായ യകൂനു ബഅദിഹാ നിസ്ബത്തുൻ ഇലാ ബഅദിൻ ബിത്തഖദ്ദുമി എന്ന ഷാരിഹിന്റെ ഈ വാക്ക് ദാഖിലും ഫീ മഫ്ഹൂമി തർതീബി ഇസ്തിലാഹൻ നിലക്കുള്ളതായ തർതീബിന്റെ മഫ്ഹൂമിൽ പ്രവേശിച്ചതാണ്. എന്ന് വെച്ചാൽ തർതീബിന്റെ മാഹിയത്ത് അതിനൊക്കെ ഖിവാമുണ്ടാവണമെങ്കിൽ അത് എങ്ങനെയാണ്? അതായത് ഒരു തർത്തീബിന്റെ മാഹിയത്തിന്റെ മുഖവ്യമായ രൂപത്തിലാണ് എന്ത് പറഞ്ഞത്? വയകൂനു ലിബഅദിഹാ എന്ന് പറഞ്ഞത്. അതാണ് ഇവിടെ മീർ പറയുന്നത് ആദാ ദാഖിലുൻ ഫീ മഫ്ഹൂമി തർതീബി ഇസ്തിലാഹ നിലക്ക് തർത്തീബിന്റെ മഫ്ഹൂമില് ദാഖിലാണ്. അതോടുകൂടെ തന്നെ മുനാസിബുൻ ലിൽ മഅനൽ ലുഗവി, കിതാബിലെ ഇബാറത്തില് ചെറിയൊരു വ്യത്യാസമുണ്ട്, മനസ്സിലാക്കിയാൽ മതി. ഈ മഅനൽ എന്ന് പറഞ്ഞ ശേഷം മഅനൽ ലുഗവിന്നാ വേണ്ടത്. അതിൽ കുറെ അക്ഷരങ്ങൾ പോയിട്ടുണ്ട്, വ്യക്തമാകുന്നില്ല അവിടെ. അപ്പൊ അങ്ങനെ ആക്കണം. മുനാസിബുൻ ലിൽ മഅനൽ ലുഗവി, ലുഗവിയായ മാനാനോട് ഈ പറഞ്ഞതായ വിവരണം അത് മുനാസിബ് ആയതുമാണ്. അപ്പൊ തെർത്തീബിനെ പറ്റി ചർച്ച ചെയ്തത്. അപ്പൊ തെർത്തീബ് പോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഏത്? തഅലീഫ്. തെർത്തീബിനെ പോലത്തെ മറ്റൊന്നാണ് ഏത്? തഅലീഫ്. ഇതെന്തിനാ ഇപ്പൊ ഷാരി അങ്ങനെ മീർ പറയാൻ കാരണം? തഅലീഫും തെർത്തീബും രണ്ടും രണ്ടാണോ എന്നുള്ള ഇടയിലുള്ളതായ ഫർക്ക് വിശദീകരിക്കുകയാണ്. മൊത്തത്തിൽ പറഞ്ഞ മൂന്നെണ്ണാണ് ഈ വിഷയത്തിലുള്ളത്. ഒന്ന് തെർത്തീബ്, മറ്റൊന്ന് തഅലീഫ്, മറ്റൊന്ന് തർക്കീബ്. തർത്തീബ്, തർക്കീബ്, തഅലീഫ്. ഇവയുടെ ഇടയിലുള്ളതായ വ്യത്യാസം ഫർക്കിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്താ പറയുന്നത്? അതായത് അമ്മ തഅലീഫ്,
അപ്പൊ ഈ തൈരീഫ് എന്ന് പറഞ്ഞാല് വഹുവ ജഅലുൽ അശിയായി ചില വസ്തുക്കളെ ആക്കലാണ്. ഏത് രൂപത്തിലാക്കുക? അൽ മുതഅദ്ദിദത്തി എണ്ണമായ വസ്തുക്കളെ ബിഹൈസു ഒരു രൂപത്തിൽ യുത്ലഖു അലിയ ഇസ്മുൽ വാഹിദി വാഹിദാകുന്ന പേര് അതിന്റെ മേൽ പറയപ്പെടാൻ പറ്റും. അതേ രൂപത്തിൽ എണ്ണമായ വസ്തുക്കളെ ആക്കുക. അതോടുകൂടി വലം യുഅ്തബർ ഫീഹി ഇഅ്തിബാർ ചെയ്യപ്പെടുകയുമില്ല ഫീ മഫ്ഹൂമിഹി ഈ തൈരീഫിന്റെ മഫ്ഹൂമിൽ ഇഅ്തിബാർ ചെയ്യപ്പെടുകയില്ല അൻ നിസ്ബത്തു ഒരു ബന്ധത്തിന്. എങ്ങനെയുള്ള ബന്ധം? തഖദ്ദുമി വത്താഖുരി തഖദ്ദുമ് താഖുര് എന്നുള്ളതായ ബന്ധം എന്ന് വെച്ചാല് അതായത് തെർത്തീബിനുടെ യഥാർത്ഥ മാഹിയത്തിനെ വേർതിരിക്കാനുള്ള ഒരു ഫസിലിന്റെ സ്ഥാനത്തുള്ള ഒന്നാണ് ഏത്? അതായത് യക്കൂനുൽ ബാദിയ നിസ്ബത്തുനില ബാദിൻ ബിത്തഖദ്ദുമി വത്താഖുർ എന്ന നേരെ മറിച്ചുകൊണ്ട് തൈരീഫിൽ അതില്ല. തൈരീഫ് എന്ന് പറഞ്ഞാല് മുതഅദ്ദിദായ അശിയാകളെ ഒറ്റ പേര് പറയപ്പെടാൻ പറ്റുന്ന രൂപത്തിലാക്കലാണെങ്കിൽ പോലും അതിന്റെ മാഹിയത്തില് അതിന്റെ മഫ്ഹൂമില് ഏതിനെ ഇഅ്തിബാർ ചെയ്യപ്പെടാറില്ല. അതായത് ഒരു ജുസ് മുന്തി വരണം, മറ്റേ ജുസ് പിന്തി വരണം, അങ്ങനെ ഒരു ഇഅ്തിബാർ ഏതിലില്ല? ഈ തൈരീഫില് ഇല്ല. അവിടെയാണ് ഈ തൈരീഫും തെർത്തീബും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. എന്നാൽ വത്തർക്കീബു തെർക്കീബാകുന്നത് യുറാദിഫു തൈരീഫ അത് തൈരീഫിനോട് പര്യായമായി വരും. അപ്പം തൈരീഫിന്റെ മാന എന്താണോ അതേ മാനയാണ് തെർക്കീബിനും. തെർക്കീബിന്റെ മാന ഒന്ന് വേറെ. അപ്പൊ തെർക്കീബിന്റെ മാന വേറെ, തെർക്കീബിന്റെയും തൈരീഫിന്റെയും മാനൊന്ന് വേറെ. അങ്ങനെ നമുക്ക് മനസ്സിലായി. പക്ഷെ അവിടെ വേറൊരു വിഷയമുണ്ട്. എന്താ വേറെ വിഷയം എന്ന് പറഞ്ഞാല് ഈ തൈരീഫ് എന്ന് പറയുന്നത് തെർക്കീബിനേക്കാളും അഹസ്വാണ് എന്നുള്ള ഒരഭിപ്രായം പറയപ്പെടാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്നത് അതിനവര് ന്യായീകരിക്കാനുള്ള കാരണം ഈ തൈരീഫ് എന്ന് പറഞ്ഞാല് തൈരീഫ് എന്ന് പറയുന്നത് ഉൽഫത്തിൽ നിന്നാണത് പിടിക്കപ്പെടുന്നത്. ഉൽഫത്തിൽ നിന്ന് പിടിക്കപ്പെടുമ്പോൾ യോജിപ്പ് വേണല്ലോ, ഒരു ബന്ധം വേണല്ലോ. ബന്ധമില്ലാതെ ഒരിക്കലും ഏതുണ്ടാവൂല, തൈരീഫ് ഉണ്ടാവൂല. അതുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്, അഥവാ മുഅല്ലഫാകുന്ന അജിസാവുകൾ, മുഅല്ലഫിന്റെ അജിസാവുകളുടെ ഇടയിൽ അത് മുലാസമത്ത് വേണം, മുലാസമത്തിന്റെ ആവശ്യം വേണം, മുനാസബത്ത് വേണം. മുനാസബത്തില്ലാഞ്ഞാ ശരിയാവൂലാന്ന്. നേരെ മറിച്ചുകൊണ്ട് തെർക്കീബ് അങ്ങനല്ല. തെർക്കീബിന്റെ അവിടെ അങ്ങനെ ഈ അജിസാവിന്റെ ഇടയിൽ മുനാസബത്ത് വേണമെന്നില്ല എന്ന് ചില ആളുകൾ അങ്ങനെ ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഗണ്ണിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാ ഗണ്ണിക്കപ്പെടുന്നത്? അതായത് ഇവിടെപ്പം പിന്നെ മീർപ്പ് എന്തേ പറഞ്ഞിട്ടുള്ളൂ, അഥവാ മുറക്കബും തെർക്കീബും തൈരീഫും എന്നുള്ളത് അത് മുറാദിഫായ പദമാണെന്നല്ലേ പറഞ്ഞത്. ആ മുറാദിഫ് എന്ന് പറഞ്ഞത് ഏതടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്? അത് ഇസ്തിലാഹിയായ മാനാന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. പിന്നെ എന്തല്ല, ലുഗവിന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ അത് ലുഗവിയായ മാനാന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഫർക്ക് എന്ന് വെച്ചാൽ മതിയല്ലോ എന്ന് ചില ആളുകൾ എന്ന് ചിലർ അതിന് മറുപടിയും പറയാറുണ്ട്. എന്തായാലും ശരി. ഇനി അടുത്ത വിഷയം കൗലുഹു സാരി എന്റെ കൗല് വൈന്നമഴുത്തു ബിറൽ ജഹ്ലു ജഹ്ലിനെ എഴുത്തിബാറ് ചെയ്യപ്പെടുന്നത് എവിടെ നമ്മൾ പറഞ്ഞല്ല. അതായത് വൈന്നമഴുത്തു ബിറൽ ജഹ്ലു ഫിൽ മത്ലൂബി, അതായത് നമ്മൾ തെർത്തീബിനക്ക് താരീഫ് പറഞ്ഞോർത്ത് പറഞ്ഞില്ല എന്തെന്ന്, അതായത് പിന്നെ അല്ല ഫിക്കറിനക്ക് താരീഫ് പറഞ്ഞു കൊടുത്ത്
തെർത്തീബിനക്ക് താരീഫ് പറഞ്ഞോർത്ത് നമ്മൾ പറഞ്ഞല്ലോ. അല്ല, ഫിക്രിനക്ക് താരീഫ് പറഞ്ഞോർത്ത് എന്താ പറഞ്ഞത്? തെർത്തീബ് ഉമൂരി മാലൂമത്തിൻ ലിത്തഅദ്ദി ഇലാൽ മജ്ഹൂലീന പറഞ്ഞത് അല്ലേ? മജ്ഹൂലിലേക്ക് ചേർക്കാൻ വേണ്ടി, മജ്ഹൂലായ മത്ലൂബിലേക്ക് ചേർക്കാൻ വേണ്ടി മാലൂമായ ഉമൂറിനെ തെർത്തീബാക്കുക, അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈ മത്ലൂബിനെ ഇത് ജഹിലിനെ ഇത്തിബാർ ചെയ്യാനുള്ള കാരണം എന്ത്? അതാണ് ഇനി ചർച്ച. അപ്പോൾ ഞാൻ പറയുന്നു, എന്താ പറയാൻ പോണത്? മബാദിൽ മത്ലൂബി, മത്ലൂബിന്റെ മബാദി, അതായത് അതിന്റെ ദലീലുകളും അതിന്റെ മുഖദ്ദിമകളും. ആ മുഖദ്ദിമകള് ലാബുദ്ദ അൻ തകൂന മാലൂമ, അത് മാലൂമാവണം. കാരണം ദലീല് പിന്നെ മാലൂമായാലല്ലേ മദ്ലൂൽ എന്താന്ന് മനസ്സിലാവുള്ളൂ. ഹൈ ഹാസിലത്തൻ, അത് കരസ്ഥമായതാവണം, വ്യക്തമായിട്ട് അറിയണം, അല്ലാതെ ശരിയാവൂലല്ലോ. കാരണം ദലീൽ അറിഞ്ഞാലല്ലേ പിന്നെ മദ്ലൂൽ എന്താന്ന് പുറത്തം കിട്ടുള്ളൂ. അതാണ് ഈ ഹാസിലത്തൻ, അത് കരസ്ഥമായതാവണം. എന്തിനു വേണ്ടിയാ കരസ്ഥമാകുന്നത്? കരസ്ഥമായതാവണമെന്ന് പറയാനുള്ള കാരണം ഈ പറയപ്പെട്ട മാലൂമായ ഉമൂറുകളിലൂടെ, ഏത് ഈ മാലൂമായ മബാദികളിൽ നിന്നാണ് തെർത്തീബിന് എന്ത് ചെയ്യുന്നത്? തസവുറാക്കപ്പെടുന്നത്. തെർത്തീബിന് തസവുറാക്കപ്പെടുന്നത് ഈ പറയപ്പെട്ട മബാദികളിൽ നിന്നാണല്ലോ. അപ്പൊ മബാദി ആദ്യം ഏതാണെന്ന് എന്ത് ചെയ്യണം? അറിയണം. മബാദി അറിയാഞ്ഞാൽ ശരിയാവൂല. അതാണ് ഫലിദാലിക, ഈ കാരണം കൊണ്ടാണ് കാല ശാരിഹ് പറഞ്ഞത് തർത്തീബു ഉമൂരിൻ മാലൂമാ, മാലൂമായ അംറിയെ എന്ത് ചെയ്യുക? തർത്തീബാക്കുക എന്ന് ശാരിഹ് പറയുവാനുള്ളതായ കാരണം. അപ്പൊ ഇനി വേറെ ചർച്ച. എങ്കിൽ അമ്മൽ മത്ലൂബ്, ഒരു മത്ലൂബ് തേടപ്പെടുന്ന ഒരു കാര്യം, ഈ തേടപ്പെടുന്ന കാര്യം മജ്ഹൂലിനല്ലപ്പോ നമ്മൾ പറഞ്ഞത്. അതാണ് അമ്മൽ മജ്ഹൂലു തസവ്വുരി. എന്നാൽ ഒരു ഇനി അവിടെ വേറെ കൗല് പറയാണ്, അമ്മൽ മജ്ഹൂലു തസവ്വുരി. അവിടെ പറഞ്ഞല്ലോ, എവിടെ അമ്മൽ മജ്ഹൂലു തസവ്വുരി എന്ന് പറഞ്ഞത്? അവിടെ നമ്മൾ പറഞ്ഞു, എവിടെ? ശാരിവനെ വഹുവ അമ്മു യകൂന തസവ്വുരിയൻ ഔ തസ്ദീഖിയൻ. അമ്മൽ മജ്ഹൂലു തസവ്വുരിയു ഫഖ്തിസാബുഹു മിനൽ ഉമൂരി തസവ്വുരിയ. അതായത് തസവ്വുരിയായ മജ്ഹൂലിനെ കരസ്ഥമാക്കി എടുക്കല് തസവ്വുരിയായ ഉമൂറുകളിൽ നിന്നും, തസ്ദീഖിയായ മജ്ഹൂലിനെ കരസ്ഥമാക്കി എടുക്കല് അത് തസ്ദീഖിയായ മാലൂമ ഉമൂറുകളിൽ നിന്നുമാണെന്ന് പറഞ്ഞല്ലോ. അവിടെയാണ് ഇനി ചർച്ച വരാൻ പോകുന്നത്. അപ്പോഴും ഞാൻ പറയുന്നു, ഈ കൗല് കൊണ്ടുള്ളതായ ഉദ്ദേശം അന്ന തരീഖ ഇക്തിസാബി തസവ്വുരി, തീർച്ചയായും തസവ്വുറിനെ പിന്നെ തസവ്വുറാത്തിൽ നിന്നും ഇക്തിസാബ് ചെയ്യാനുള്ളതായ മാർഗം. അതേപോലെ തരീഖ പിന്നെ ഇക്തിസാബി അതാണ്. അപ്പം തസവ്വുറിനെ തസവ്വുറാത്തിൽ നിന്ന് കസ്ബ് ചെയ്യാനുള്ളതായ ത്വരീഖും തസ്ദീഖാത്തിൽ നിന്ന് തസ്ദീഖിനെ ഇക്തിസാബ് ചെയ്യാനുള്ളതായ തരീഖും മാലൂമാനി, അത് രണ്ടും അറിയപ്പെട്ടതാണ്. മാലൂമാനി അത് രണ്ടും അറിയപ്പെട്ടതാണ്. ഈ പറഞ്ഞ മീറിന്റെ കൗല് സത്യത്തിൽ ചിന്തിക്കുമ്പോൾ മറ്റൊരു ചെറിയ ഒരു ദഅവയിലേക്ക് അത് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് അവിടെ ദഅവ എന്നറിയാം? ഇവിടെ ശാരിഹ് മജ്ഹൂലു തസവ്വുരിയെ ശാരി എന്ത് ചെയ്ത്? ഹുക്മ് ചെയ്ത്. എന്താണ് ഹുക്മ് ചെയ്തത്? മജ്ഹൂലു തസവ്വുരിയാകുന്നത് അത് ഏതിൽ നിന്നാണ് മനസ്സിലാക്കുക?
തസവ്വുരിയായ ഉമൂറിൽ നിന്ന്. തസ്ദീഖിയായ മജ്ഹൂല് അത് തസ്ദീഖിയായ ഉമൂറിൽ നിന്ന്. ഇത് ശരിയല്ല എന്നാണ് ചില ആളുകൾ ചില ഒരു ദഅവ ഉന്നയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ വാദം ശരിയല്ല. കാരണം എന്താണ്? ഈ തസവ്വുരിയായ മജ്ഹൂലിനെ ഇക്തിസാബ് ചെയ്യൽ തസ്ദീഖാത്തിൽ നിന്നും, തസ്ദീഖിയായ മജ്ഹൂലിനെ കസ്ബ് ചെയ്യൽ തസവ്വുരിയായ ഉമൂറുകളിൽ നിന്നും ആയിക്കോട്ടെ. അതുകൊണ്ട് എന്താണ് പ്രശ്നം വരിക എന്ന് ചില ആളുകൾ ചെറിയ ഒരു സുആലിട്ടപ്പം ആ സുആലിനിക്ക് മറുപടി എന്ന രൂപത്തിലാണ് ഇവിടെ ആര് പറഞ്ഞത്? ഷാരിഹ് അൽ അമീർ പറഞ്ഞത്. അന്ന തരീഖ, അതായത് തസവ്വുറിനെ തസവ്വുറാത്തിൽ നിന്നും തസ്ദീഖാത്തിനെ തസ്ദീഖാത്തിൽ നിന്നും മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാലൂമാനി. അത് രണ്ടും എന്താണ്? മാലൂമായ കാര്യമാണ്. അത് രണ്ടും മാലൂമായ കാര്യമാണ്. അതോടുകൂടെ തസവ്വുരി മിന തസ്ദീഖാത്തി, തസ്ദീഖാത്തിൽ നിന്ന് തസവ്വുരിനെ കരസ്ഥമാക്കി എടുക്കലും, അതേപോലെ തന്നെ ഔബിൽ അക്സി തസ്ദീഖാത്തിയ തസവ്വുറാത്തിൽ നിന്ന് പിന്നെ ഇക്തിസാബ് ചെയ്തെടുക്കുന്ന തരീഖും ഫമഹ്മാ ലം യതഹഖഖ് വജൂദുഹു, വല്ലപ്പോഴും അതിന്റെ വജൂദ് ഇവിടെ തഹഖുഖായിട്ടില്ല എങ്കിൽ, അല്ല വമിമ്മ അത് ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. എങ്ങനത്തെ കാര്യം? ലം യതഹഖഖ് വജൂദു, അത് വജൂദ് ഉണ്ടായിട്ടില്ല. അതായത് തസവ്വുരിനെ തസ്ദീഖാത്തിൽ നിന്നും തസ്ദീഖാത്തിനെ തസ്ദീഖാത്തിൽ നിന്നും ഇക്തിസാബ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ കാര്യം ഫമിമ്മാ ലം യതഹഖഖ് വജൂദുഹു, അത് വജൂദ് എന്തല്ല, തഹഖുഖ് ആവാത്തതാണ്. സത്യത്തിൽ പറഞ്ഞ വൈലം വെക്കും ബുർഹാനും ഐറൻ അലംദിനായി പാടില്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവൊന്നുമില്ല. ഇത് പാടില്ല എന്നുള്ളതിനൊക്കെ വ്യക്തമായ തെളിവാരും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഈ വിഷയം തഹഖുഖാവാത്ത ഒരു കാര്യത്തിൽപ്പെട്ടതാണ് എന്ന്. പക്ഷെ കാര്യം അങ്ങനായാലും പിന്നെ ഷാരിന്റെ രണ്ടാമത്തെ മീറിന്റെ അടുത്ത കൗലുഹു അലൽ ഇലലി അർബൈ, അവിടെ പറഞ്ഞല്ല. എന്താ പറഞ്ഞത്? താരീഫിനെ പറ്റി പറഞ്ഞിടത്ത് പറഞ്ഞ് താരീഫ് 4 ഇല്ലത്തുകളുടെ മേലിൽ ചുറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. 4 ഇല്ലത്ത്. ഒന്ന് ഫായിലിയ ഇല്ലത്ത്, സൂരിയ ഇല്ലത്ത്, മാദിയ ഇല്ലത്ത്, വായിയ ഇല്ലത്ത്. ഈ 4 ഇല്ലത്തുകളുടെ മേലിൽ താരീഫ് ചുറ്റുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ കാര്യമാകുന്നത് അതാണ് ഇനി ചർച്ചയിൽ വരുന്നത്. അഖൂലു, ഞാൻ പറയുന്നു, കുല്ലു മുറക്കബിൻ, ഏത് ഒരു മുറക്കബായാലും, ഒരു മുറക്കബായ സാധനം ഏത് മുറക്കബായാലും, സ്വാദിറുൻ അത് ഉത്ഭവിക്കും, അൻ ഫായിലിൻ മുഖ്താരി, അല്ലേ? അൻ ഫായിലി മുഖ്താരി, അൻ ഫായിലിൻ മുഖ്താരി, ഒരു മുഖ്താറായ ഫായിലിൽ നിന്ന് ഉത്ഭവിക്കും. അങ്ങനെ ഉത്ഭവിക്കുന്ന ഏത് ഒരു മുറക്കബായ കാര്യമായാലും ലാ ബുദ്ധലഹു, അതിനക്ക് അത്യാവശ്യമാണ്, മിൻ ഇല്ലത്തിൻ മാദിയ, മാദിയ ഇല്ലത്ത് വേണം, വ ഇല്ലത്തിൻ സൂരിയ, സൂരിയ ഇല്ലത്ത് വേണം. അത് രണ്ടും അത്യാവശ്യമാണ്. അതില്ലാതിരുന്നാ പറ്റൂല. വഹുമാ ദാഖിലത്താനി ഫീഹി, വഹുമാ ഈ 2 ഇല്ലത്ത്, ഇത് മാദിയ ഇല്ലത്തും സൂരിയ ഇല്ലത്തും ദാഖിലത്താനി ഫീഹി, ആ മുറക്കബിൽ ദാഖിലാണ്. കാരണം എന്താ? വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് മാദിയ ഇല്ലത്തായാലും സൂരിയ ഇല്ലത്തായാലും അതിൽ ദാഖിലാണ്. അതോടുകൂടെ വമിൻ ഇല്ലത്തിൻ, അപ്പൊ ദാഖിലുള്ള ഇല്ലത്തിന് ഇല്ലത്താണ്. വമിൻ ഇല്ലത്തിൻ ഫായിലിയ, ഫായിലിയായ ഇല്ലത്തിനും ഇല്ലത്തിൽ നിന്നും അതുപോലെ വായിയ ഇല്ലത്തിൽ നിന്നും അതുണ്ടാവും. സത്യത്തിൽ പറഞ്ഞ ഓമാ ഖാരിജത്താനിയാൻ, അഥവാ ഒരു മുറക്കഭാവമോ ഖാരിജിയാണല്ലത് വായിയ ഇല്ലത്ത്. അതേപോലെ ഫായിലിയ ഇല്ലത്ത്, കാരണം ഫായില് ഖൈറാണ്, വായിയ ഇല്ലത്ത് വേറെയാണ്. സൂറും മാദയും ഒന്നാണല്ലോ.
കാരണം സൂറ് മാദയോടും മാദ സൂറിനോടും ചേർന്നുകൊണ്ടല്ലേ വരിക ആണല്ലോ. അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഇനി വേറൊരു വിഷയം പറയാണ്, മീറിന്റെ സ്വന്തം ഭൗതിക വിഷയം എന്താണെന്നറിയും. വഖദ് യുഅറഫു ഷൈഉ, ഒരു വസ്തുവിനക്ക് താരീഫ് പറയപ്പെടാറുണ്ട്. എങ്ങനെ? ബിൽ ഖിയാസി, ഖിയാസാക്കിയിട്ട്, ഇലാ ഇല്ലത്തിൻ വാഹിദ, ഒരു പക്ഷെ ഒരു ഇല്ലത്തിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഔ ഇല്ലത്തേനി, എങ്കിൽ 2 ഇല്ലത്തിലേക്ക്, ഔ സലാസിൻ, എനിക്ക് 3 ഇല്ലത്തിലേക്ക്. അങ്ങനെ ചിലപ്പോ അങ്ങനെയും താരീഫ് പറയപ്പെടാറുണ്ട്. ഇനി വൈദാ ഉരിഫ, അപ്പൊ ഷൈഇനക്ക് ഇല്ലത്ത് പറയപ്പെട്ടു എന്ന് വെക്കുക. ബിൽ അർബഈ, 4 താരീഫ് ഇല്ലത്തുകളെ കൊണ്ട് ഇല്ലത്ത് താരീഫ് പറയപ്പെട്ടു എന്ന് വെക്കുക. അങ്ങനെ പറയപ്പെടുകയാണെങ്കിലോ കാന ദാലിക അക്ബല മിൻ ബാഖിൽ അഖ്സാം, മറ്റു കിസ്മുകളെക്കാളും അത് ഏറ്റവും പൂർണ്ണമായതാവും. ഏത് ബാക്കി? ഒരു ഇല്ലത്ത് അഥവാ ഒരു ഇല്ലത്തിലേക്ക് ചേർത്തിയിട്ട്, അല്ലെങ്കിൽ 2 ഇല്ലത്തിലേക്ക് ചേർത്തിയിട്ട്, അല്ലെങ്കിൽ 3 ഇല്ലത്തിലേക്ക് ചേർത്തിയിട്ട് ഉള്ള തരീഫിനേക്കാളും കൂടുതൽ ഖമാലിയത്ത് ഏതിനിക്കുണ്ടാവും? ഇതിനിക്കുണ്ടാവും. എന്നാൽ വലൈസൽ മുറാദു, ഇനി വേറെ ചെറിയ ഒരു വിഷയം. വലൈസൽ മുറാദു, ഉദ്ദേശമല്ല, മിന തരീഫി ബിൽ ഇലലി, ഇല്ലത്തുകളെ കൊണ്ട് തരീഫ് പറയാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശമല്ല എന്ത്? അൻ യകൂന ഹിയ ബിനഫ്സിഹാ മഅരിഫത്ത്, അൻ യകൂന ഹിയ, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ അതായത് ഇല്ലത്തുകളെ കൊണ്ട് താരീഫ് അറിയപ്പെടുമെന്ന് അറിഞ്ഞില്ല. ഇല്ലത്തുകളെ കൊണ്ട് താരീഫ് അറിയപ്പെടുമെന്ന് വെക്കുമ്പോ ഇല്ലത്തുകളെ കൊണ്ട് താരീഫ് അറിയാന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഈ ഇല്ലത്തുകളാണോ സത്യത്തിന് താരീഫായിട്ട് പറയപ്പെടുന്നത്? അതാണ് വലൈസൽ മുറാദു മിന താരീഫി ബിൽ ഇലലി അൻ യകൂന ഹിയ ബിനഫ്സിഹാ മുഅറഫതൻ, ബിനഫ്സിഹ, ആ ഇല്ലത്താണോ സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, അതായത് മുഅറഫാകുന്നത്? അങ്ങനെയല്ല, ആ മുറാദ് അവിടെ വെക്കാൻ പറ്റൂല. ഇന്നിപ്പോ 4 ഇല്ലത്തുകളെ കൊണ്ട് താരീഫ് പറഞ്ഞു എന്ന് വയ്ക്കല്ലേ, എന്നാൽ അതല്ല സത്യത്തിൽ എന്താകുന്നത് ആകുന്നത്. കാരണം എന്താ? ലി അന്നഹ, തീർച്ചയായും ഈ പറയപ്പെട്ട ഇല്ലത്തുകൾ മുബായിനത്തുൻ, അത് എതിരായി വരും, മഅലൂലിനോട് എതിരാവും. മഅലൂലിന് എതിരാവുമല്ലോ, മഅലൂലിനോട് എതിരാവും ജുസിന്റെ വിഷയത്തില്. പിന്നെ എന്താണ് അവിടെ വിഷയം? എന്താണ്? ബലിൽ മുറാദ്, എങ്കിലും അങ്ങനെ താരീഫ് പറയുന്നിടത്തുള്ളതായ ഉദ്ദേശ്യമേകുന്നത് അൻ യൂഖദ ലിൽ മഅലൂലി, മഅലൂലിനിക്ക് പിടിക്കപ്പെടുക, മഅലൂലിനിക്ക് പിടിക്കപ്പെടുക, ബിൽ ഖിയാസി ഇലൽ ഇലലി, ഇല്ലത്തുകളിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ടിട്ട്. എങ്ങനെ? ഇല്ലത്തിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ടിട്ട് മഅലൂലിനിക്ക് എന്ത് ചെയ്യാ? പിടിക്കപ്പെടുക. ഇല്ലത്തിലേക്ക് ചേർത്തി നോക്കിയിട്ട് മഅലൂലിനിക്ക് ഉണ്ടാകുക. മജ്മഅമൂലാത്തുൻ, മനസ്സിലായില്ലേ? ചില മഅമൂലാത്ത് ഉണ്ടാകും, മഅമൂലാത്തിനെ പിടിക്കപ്പെടുക. മഅമൂലാത്തിന്റെ ആ മഅലൂലിന്റെ മേലിൽ അംല് ചെയ്യപ്പെടുന്ന ഏത്? ഈ മഅമൂലാത്തിനെ പിടിക്കപ്പെടുക. ഏത്? ഇല്ലത്തിലേക്ക് ഈ മഅലൂലിനെ നിസ്ബ ചെയ്തിട്ട്, എന്നിട്ട് എന്ത് ചെയ്യപ്പ? യുഅറഫു ബിഹാ, എന്നിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം? തരീഫ്, ആ മഅമൂലാത്ത് കൊണ്ട് തരീഫ് അറിയാം. ഇതാണ്. പിന്നെ എന്തല്ല സത്യത്തില് നമ്മൾ അയ്യക്കൂന ബിനഫ്സിഹാ മുഅറഫതൻ, അതല്ല അവിടെ സത്യത്തിൽ നിസ്ബന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ വമാ ദക്കറഹു മിൻ അന്ന ഫായിലൻ നദിരി വൽ മുറത്തിബു അന്നാദിറു وأن غايته هو التأدي إلى المجهول فهو قول تحقيقي. എന്ന വമ ഒരഭിപ്രായം, വമ ഒരു അഭിപ്രായം. എങ്ങനത്തെ അഭിപ്രായമാണ്? പിന്നെ മിൻ അന്ന ദക്കറഹു, അതിനെ പറഞ്ഞിട്ടുണ്ട്. ശരി. മിൻ അന്ന ഫായിലൻ നദിരി, തീർച്ചയായും നെതിറിന്റെ ഫായില്
അപ്പൊ നമ്മളിപ്പോ നെതിർ ചെയ്യുമ്പോ ഈ മാലൂമായ അമ്രുകൾ തർത്തീബാക്കല്ലേ. അപ്പൊ ഈ നെതിർ ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? മാലൂമായ അമ്രുകളെ തർത്തീബാക്കുമ്പോ തർത്തീബാക്കുന്നൊരു മുറത്തിബ് വേണല്ലോ. ഈ മുറത്തിബാണ് സത്യത്തിൽ നെതിറിന്റെ ഫായില്. ശരിയാണല്ലോ. അതായത് ഇവിടെ നമ്മളിപ്പോ ഇപ്പൊ ഇൻസാനിക്ക് നമ്മൾ താരീഫ് അറിയാം, ഹൈവാനും നാത്തിക്കുന്നു. അപ്പം അതായത് ആരാണോ താരീഫ് അറിയുന്ന ആ മുറത്തിബ്, ആ മുഅരിഫ് ആരാണോ ഓനാണ് സത്യത്തിലായത് നാദിർ. ഇപ്പൊ ഞാനിപ്പോ ഇൻസാനിക്ക് ഹൈവാൻ നാത്തിക്കും താരീഫ് പറയുകയാണെങ്കിൽ ഞാൻ നാദിറാണ്, ഞാൻ തന്നെയാണ് മുറത്തിബ്, ഞാൻ തന്നെയാണ് അതിന്റെ ഫായില്. അതോടുകൂടി അന്ന വായത്തോ തീർച്ചയായും അതിന്റെ വായത്ത് ഇലാ മജൂലിൻ, മജൂലിലേക്ക് ചേർക്കലാണ്. ഓവ കൗലും തഹ്കീഖിയ്യും, ഓവ കൗലും തഹ്കീഖിയ്യും. അത് തഹ്കീഖിയായ കൗലാണ്. എന്ത് ഈ തഹ്കീഖിയായ കൗൽ എന്ന് പറയാനുള്ള കാരണം? ഈ ഫായിലിയ ഇല്ലത്ത് എന്ന് പറഞ്ഞാലും വായിയ ഇല്ലത്ത് എന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കണം. ഫായിലിയ ഇല്ലത്ത് എന്ന് പറഞ്ഞാലും വായിയ ഇല്ലത്ത് എന്ന് പറഞ്ഞാലും അത് സത്യത്തിൽ പറഞ്ഞാൽ ഖാരിജിയായ മൗജൂദാത്ത് കൊണ്ട് മാത്രം പ്രത്യേകമായതല്ല. പിന്നെയോ അത് ഖാരിജിയായ മൗജൂദാത്തിലും ഉണ്ടാവാ, അപ്രകാരം തന്നെ വിഹിനിയായ മൗജൂദാത്തിലും ഏതുണ്ടാവാ? ഈ പറയപ്പെട്ടതായ ഫായിലിയായ ഇല്ലത്തും വായിയായ ഇല്ലത്തുമുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൗലും തഹ്കീഖിയും എന്ന് പറയാനുള്ള കാരണം. തഹ്കീഖി എന്ന് പറഞ്ഞാൽ തന്നെ തഹ്കീഖിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ശുബ്ഹ തന്നെ ഉണ്ടാവൂല, ഇഷ്കാല് തന്നെ ഉണ്ടാവൂല. അതാണ് പറഞ്ഞതിന്റെ വിഷയം. എന്നാൽ അമ്മ അന്നൽ ഉമൂറൽ മഅലൂമത, തീർച്ചയായും മാലൂമായ അമ്രുകൾ മുമ്പ് പറഞ്ഞതാണ്, പക്ഷെ അതിന് വേറൊരു രൂപത്തിൽ വിവരിക്കുക എന്ന് മാത്രം മീറ്. അമ്മ അന്നൽ ഉമൂറൽ മാലൂമത, എന്നാൽ തീർച്ചയായും മാലൂമായ അമ്രോ അത് അന്നൽ മാദിയത്, അത് മാദിയ കാര്യമാണ്. കാരണം അത് ജുസിന്റെ സ്ഥാനത്താണല്ലോ. അന്നൽ അയ്യത്തൽ ആരിലത്തെ തിരിക്കൽ ഉമൂർ, ഈ പറയപ്പെട്ട ഉമൂറുകൾക്ക് ഉണ്ടാകുന്ന ആരിലിയായ രൂപം അത് സൂചിയാണ്. ഈ പറഞ്ഞതോ ഫഹുവ കൗലുൻ, അത് ഒരു കൗലാണ്. ഏതടിസ്ഥാനത്തിലുള്ള കൗല്? അലാ സബീലി തശ്ബീഹി, അലാ സബീലി തശ്ബീഹി, തശ്ബീഹിന്റെ അടിസ്ഥാനത്തിലുള്ളതായ ഒരു രൂപമാണ്. അതായത് ബിൽക്കുവയിലുള്ളതായ ഒരു പിന്നെ ബിൽക്കുവ കൊണ്ടുണ്ടാകുന്ന ബിൽക്കുവയിൽ ഒരു ഉണ്ടാകുന്ന ഫിക്ർ, അതിനെന്ത് ചെയ്യാം? അതായത് തശ്ബീഹാക്കുക. മനസ്സിലായില്ലേ? സൂറത്തിനോട് എന്ത് ചെയ്യാ? തശ്ബീഹ്. സത്യത്തിൽ പറഞ്ഞാൽ മായത്തൊരു ഖാരിജിയാണ്. അപ്പൊ അത് തശ്ബീഹിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്. ഓവ കൗലിനല്ല സബീലി തശ്ബീഹി, അത് തശ്ബീഹിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. എന്താണ് അത്? തശ്ബീഹിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ അന്നൻ നെവിറ, തീർച്ചയായിട്ടും ഈ നെവിർ ചെയ്യാ എന്ന് പറയുന്നത്, നെവിർ എന്ന് പറഞ്ഞ അവിടെ ഉദ്ദേശം മാലൂമായ അമ്രുകൾ, അതേപോലെ തന്നെ ഐഹത്തുകൾ, മാലൂമായ അമ്രുകൾ, അതുപോലെ തന്നെ ഐഹത്തുകൾ, അതുപോലെ തന്നെ പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതാണ് ഈ അന്ന നെതിറ, തീർച്ചയായിട്ടും ഈ നെതിറ് എന്ന് പറഞ്ഞാല് മിനൽ അയറാദിൻ നഫ്സാനിയ, നഫ്സാനിയായ അയറാദുകളിൽ പെട്ടതാണ് ഏത്? ഈ നെതിറ് എന്നുള്ളത്. കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ വിഹിനിൽ നിന്ന് ബഹിർഗമിക്കുന്ന, അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരു കാര്യമാണല്ലോ ഈ നെതിറ് എന്നുള്ളത്, അല്ലേ? അതായത് ഇപ്പൊ ഒരു ബുദ്ധിശക്തി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നെതിറ് ചെയ്യാൻ കഴിയൂലല്ലോ. അതാണ്. അപ്പൊ നെതിറ് എന്ന് പറഞ്ഞാൽ നഫ്സാനിയായ അയറാദിൽ പെട്ടതാണ്. വൽ മാദ്ദത്ത വ സൂറത്ത, ഈ മാദ്ദ എന്ന് പറഞ്ഞാലും സൂറത്ത് എന്ന് പറഞ്ഞാലും ഇന്നമാ തകൂനുൽ അജ്സാം, അത് ഏതിനൊക്കെ ഉണ്ടാവുള്ളൂ? ജിസ്മുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത്? ഈ പറയപ്പെട്ടതായ പിന്നെ സൂറത്ത് എന്നുള്ളതും മാദ്ദ എന്നുള്ളതും. സത്യത്തിൽ എന്തിനപ്പത് ഇവിടെ ഈ മീർ ഇങ്ങനെ ഒരു വിവരണം പറഞ്ഞെന്താണെന്നറിയോ? ആ മുമ്പ് നമ്മൾ പറഞ്ഞൊരു വിഷയത്തിലേക്ക് സൂചന ഇത് പറഞ്ഞ സാരി അല്ല മീർ
മീർ മുമ്പൊരു വിഷയം പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്തെടുത്ത് എന്താ പറഞ്ഞത്? ഒരു ഷെയ്യിനക്ക് ഒരു ഇല്ലത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് തൈരീഫ് പറയാം, 2 ഇല്ലത്തിലേക്ക് ചേർത്ത് നോക്കി തൈരീഫ് പറയാം, 3 ഇല്ലത്തിലേക്ക് ചേർത്ത് നോക്കി തൈരീഫ് പറയാം, അതേപോലെ 4 എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്നിരുന്നാലും 4 ഇല്ലത്തുകളെ കൊണ്ട് തൈരീഫ് പറയാ എന്നുള്ളതാണ് അക്മല എന്ന് പറയും ചെയ്ത്. അപ്പൊ അതിലേക്ക് ചില സൂചകമായ പിന്നെ ഒരു ന്യായി, ഒരു തൗജീഹാണ് ഇവിടെ മീർ പറഞ്ഞത് എന്ന് നമുക്ക് ഇത് സംബന്ധമായി മനസ്സിലാക്കാം. വല്ലാഹു അഅലമു ബിസ്സവാബ്. ഊസീകും ബിദ്ദുആഇ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.